അണേ വൈറ്റ് ചട്നി വൈറ്റ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പഴനി കഴിഞ്ഞു. ഈവനിങ് ടൈം, രാത്രി 8:45. ഇപ്പോൾ കഴിക്കാൻ പോകുന്നത് ഊത്തപ്പം അല്ലേ? ഊത്തപ്പമാണ് ഇത്. ശരവണ ഹോട്ടലാണ് ഇത്. ഗൗരി കൃഷ്ണ ഹോട്ടലാണ്. അപ്പം നമ്മൾ കഴിച്ചു തുടങ്ങി. ഇത് ഊത്തപ്പം കേട്ടോ, ഊത്തപ്പം. ഇതാണ് ഊത്തപ്പം, തമിഴ്നാട്ടിലെ ഊത്തപ്പം. ഇത് ചായ. അപ്പോൾ ഇത് ഊത്തപ്പം കണ്ട, ഗൗരി കൃഷ്ണ ഹോട്ടൽ. അപ്പോൾ ഇവിടെ കണ്ട എല്ലാവരും ഉണ്ട്, കണ്ട അണ്ണന്മാരെല്ലാവരും ഉണ്ട്. അക്ക എല്ലാമേ തെളിഞ്ഞിർക്ക് ടയേർഡാ എന്നാണ് അക്ക പറഞ്ഞത്. ഇവിടെ എല്ലാവരും ഉണ്ട് കണ്ട. ഹോട്ടലാണ്, ഫ്രഷാണ്, ലീഫിലാണ് ഫുഡ് കഴിക്കുന്നത്. എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തമിഴ്നാട് KSRTC സ്റ്റാൻഡാണ് കേട്ടോ. ഇതിൻ്റെ പുറത്ത് തമിഴ്നാട് KSRTC സ്റ്റാൻഡിൻ്റെ തൊട്ട് പറ്റേ തന്നെയുള്ളതാണ് കണ്ട. ഇത് സ്റ്റാൻഡാണ് കണ്ട. ഈ സ്റ്റാൻഡിന് പക്കത്തിലാണ്, അടുത്ത് തന്നെ ഗൗരി കൃഷ്ണ ഹോട്ടൽ. നല്ല ഫുഡാണിത്. എല്ലാവരും കഴിക്കുന്ന ഒരു സ്പേസാണ് ഇത്. ഇതാണ് ഇതിൻ്റെ കാഷ്യർ. ഇതെല്ലാവരും സ്റ്റാഫാണ് കണ്ട. ഒരു ഹായ് കൊടു. ഹായ് ഇല്ലേ കണ്ട. ഇതൊക്കെ അക്കമാരെല്ലാവരും ജോലി ചെയ്ത് ടയേർഡായിട്ട് ഇരിക്കുന്നത് കണ്ട. ഇവരെല്ലാവരും ഇത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവനാണ് ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ. ഒരു ഹായ് സ്വണ്ണ. ഹായ് കണ്ട. ഇവനാണ് ഇവിടുത്തെ സൂപ്പർ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോണേ. അപ്പം ഞാനിത് കഴിക്കും ചക്കു. അപ്പം ഇതാണ് ഊത്തപ്പം. ദോശ പോലെ തന്നെയുണ്ട്. ഊത്തപ്പം കഴിക്കുന്നത് എങ്ങനെയുണ്ട്? സൂപ്പറാ. ദോശ പോലെ കറക്റ്റ് സെയിം. അതേതാ? പുതിന ചട്നി, സാമ്പാർ, സാദാ ചട്നി. സാദാ. നൈറ്റ് അപ്ലോഡ് ചെയ്യാം എന്താ? നീയാ ഫേമസ്. തമിഴ്നാട്ടിൽ വന്ന പേരെന്നാ? തമിഴ്നാട്ടിൽ വന്ന KSRTC തമിഴ്നാട് KSRTC സ്റ്റാൻഡിക്ക് ഹോട്ടൽ. ദേവന വന്ന് കണ്ടാൽ മതി എല്ലാവരും. അപ്പം നല്ല ഫുഡല്ലേ? നല്ല ഫുഡാണ്. അപ്പോൾ ഇവരെല്ലാവരും കണ്ട ഒരു സ്റ്റാഫാണ്. കഷ്ടപ്പാടാണ്, വർക്കും കാര്യങ്ങളുണ്ട്. നല്ല ഫ്രഷ് ഫുഡാണ്. ഇവിടെ ചേട്ടൻ ക്യാഷ് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. തീർന്നില്ല ക്യാഷ് എണ്ണി. ചക്കു, പഴനിയിൽ നമ്മൾ 3ാമത്തെ പ്രാവശ്യമല്ലേ വരണം. എന്താണ് എക്സ്പീരിയൻസ് പറ. ആ എന്നാന്ന് നമ്മൾ ഒരുപാട് പേരെ പരിചയപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. പിന്നെ എന്താ പറയുക, എല്ലാവരും നല്ല ആൾക്കാർ, നല്ല സഹകരണം. ആരും പാര വെപ്പില്ല ഇവിടെ. ആരും പാര വെക്കില്ല. എല്ലാവരും ശാന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഇവരൊക്കെ അതിരാവിലെ 3 മണിക്ക് ജോലിക്ക് പോകും. രാത്രി 10 മണി 11 മണിയൊക്കെ ജോലി കഴിയുമ്പോൾ അവർ ഭർത്താവായാലും മകനായാലും ഭാര്യയായാലും പിന്നെ മക്കളായാലും പിന്നെ പെൺകുട്ടികൾ അങ്ങനെ പോകാറില്ല കേട്ടോ. ചേച്ചിമാരാണ്, ഇതേപോലത്തെ ചേച്ചിമാരൊക്കെയാണ് ജോലിക്ക് പോകുന്നത്. അതാ സന്തോഷം. നല്ല ചായ. തമിഴിലുള്ള ആളുകൾ
ടീ എല്ലാം കുടിക്കുന്നത് ചിന്ന ഗ്ലാസ്സിൽ കുറച്ച് കുടിക്കും. അതെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അധികം അവർ കുടിക്കുന്നത് തണ്ണിയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു ദേവാ. ഓക്കെ, അപ്പോൾ ദേവ നീ എന്താ പറയാനുള്ള? നീ പറ, എന്താ തമിഴ് சொல்லடா. 9ാം ക്ലാസ് വരെ പഠിച്ചു നീ ദേവാ. അപ്പൊ ദേവ നിനക്കൊന്നും പറയാനില്ല? ഇല്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ ശരി, വെക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ. ഓക്കെ, അപ്പൊ ചക്കുനൊരു ഊത്തപ്പം കൂടി വേണമെന്ന് പറയണം. ഊത്തപ്പം നമുക്ക് ഓർഡർ ചെയ്യാം. ദേവാ ഒരു 2 ഊത്തപ്പം എടുത്തിട്ടോ. ഓക്കെ, എൻ്റെ പൊന്നെ ഞാനധികം ഫുഡ് കഴിക്കാറില്ല കേട്ടോ. എനിക്ക് ലൈറ്റ് ഫുഡിനോടാണ് താല്പര്യം. ഞാൻ അങ്ങനെ ബീഫോ ചിക്കനോ മീനോ അങ്ങനെ കഴിക്കാറില്ല. ഞാൻ വെജിറ്റേറിയൻ കൂടുതലും കഴിക്കുള്ളൂ. ഞങ്ങൾ ഫുള്ള് വെജിറ്റേറിയനാണ്. വെജിറ്റേറിയനോടാണ് ഇഷ്ടം. എൻ്റെ ഇലയിൽ തീർന്നു കണ്ടോ. എൻ്റെ പേരെന്താ? സൊല്ലേ വേണ്ടേ? എന്നാ സൊല്ലക്കാ അക്കാണ്. വേണ്ട പാവം. ഇതാ ദേവ ഞങ്ങൾക്ക് കണ്ട ഊത്തപ്പം പിന്നെയും കൊണ്ടുവന്നു. കണ്ട ദേവ നീ സൂപ്പറാടാ, അടിപൊളി. ഞങ്ങൾ 2ാമത് ദേവ ഇത് കൊണ്ടുപോകും. സൂപ്പർ. ഇവിടെ ഇതിനെ പറയുന്നത് ഊത്തപ്പം. അതായത് ഊത്തപ്പം എന്ന് പറഞ്ഞാൽ ദോശയുടെ ഇഡ്ഡലിയുടെ മാവ് തന്നെയാണ്. അത് കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കുന്നതിനാണ്, നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതിനാണ് ഊത്തപ്പം എന്ന് പറയുന്നത്. എനിക്ക് കഷ്ണം മതി. കഷ്ണം തരണം. ഇതുപോലെയല്ലോ. അത് തന്നെ. നല്ല കേട്ടോ ചൂട്. നമ്മുടെ അക്ക പാവം നിക്കണമൊക്കെ ഒക്കെ ടയേർഡായി. അക്ക പാവം കുറേ നേരം അക്ക നിക്കണം. ചിരിക്കൂല. നാളെ കാണാം. നാളെ മൊബൈലിൽ ദേവ കാണിച്ചു തരും കേട്ടാ. നിങ്ങളെല്ലാവരും കാണും. പാവങ്ങൾ എന്താണല്ലേ ഒരുപാട്. എത്ര മണിയാവും പോകുമ്പോ ഫിനിഷ് പണ്ണേ? 9:30 ആവും അല്ലേ? രാവിലെ എത്ര വരും? ഒരേ വണ്ടി. 9:30 പോകുന്നു. രാവിലെ 3 മണിക്ക് അവിടെ നിന്ന് പോകും. ഒറ്റൊരു ബസ്സല്ല, അതാണ്. അത്രയും ദൂരത്തിൽ നിന്നാണ് വന്നത്, മനസ്സിലായോ?
ഭയങ്കര കഷ്ടമല്ലേ? അല്ല, നമ്മളത്തെ ചേച്ചിമാരൊക്കെ ഇത് കാണണമെങ്കിൽ മനസ്സിലാക്കിക്കോ, ഒരു ദിവസം ഒരു 70 രൂപ നമ്മുടെ കേരളത്തിനെ അപേക്ഷിച്ച് വളരെയധികം ശമ്പളം കുറവാണ്. ഇവിടെ നാളുകളെല്ലാം അവിടെ വന്ന് ജോലി ചെയ്യണം. ഒരു ദിവസം ഇവിടെ ഈ ജോലി ചെയ്യുന്ന ആൾക്ക് ഒരു ദിവസം കിട്ടുന്ന ഭക്ഷണം ഉൾപ്പെടെ ആകെ കിട്ടുന്ന 70 രൂപയാണ് കിട്ടുന്നത്. ആകെ കഷ്ടമുണ്ട്, കഷ്ടം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സന്തോഷം. ഞങ്ങൾ തിരിച്ചു പോകും. അപ്പം ഞങ്ങൾ ഇനി അടുത്ത എറണാകുളം ചോറ്റാനിക്കര. പൊട്ടത്തരി